രോഹിതേട്ടാ, പ്ലാൻ 63യുമായി എത്തിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ പ്രതിപക്ഷ നേതാവ് കൂടിയായി വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുകയാണ്. പ്ലാൻ 63 എന്നാണ് അതിന്റെ പേര്. കാരണം 2001 ജയിച്ച മണ്ഡലങ്ങൾ 61 മണ്ഡലങ്ങളിൽ 63 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ അതൃപ്തിയുണ്ട് പലർക്കും. വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ അധികാരം പിടിക്കുക എന്നുള്ളത് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ UDF അധികാരം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും പഠിച്ചത് ഈ രമേശ് ചെന്നിത്തല തന്നെയാണ്. അപ്പോൾ ഇത്തവണ ഈ അധികാരം ലഭിച്ചില്ലെങ്കിൽ കെ സുധാകരന് കിട്ടുന്ന വിമർശനത്തെക്കാൾ കൂടുതൽ വി.ഡി. സതീശനാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ അതിനൊരു പ്ലാനുമായി വരുമ്പോൾ അതിലെന്തിനാണ് AP അനിൽകുമാറിനെ പോലുള്ളവർ അസ്വസ്ഥരാകുന്നത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. അദ്ദേഹം ഒരു പ്ലാൻ കൊണ്ടുവന്ന ഒരു സാധനം വെറുതെ വന്ന് ഇല്ലേ, ആള് കൂടിയ പാമ്പി അഴവില്ല എന്ന് പറയുന്ന പോലെ കോൺഗ്രസിൽ കുത്തിയിരുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ആലോചിച്ചൊരു പ്ലാനിലേക്ക് എത്താൻ പറ്റില്ല. അദ്ദേഹം കൃത്യമായി ഒരു എന്താ പറയുക, കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അതിന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇരുന്ന് ചർച്ച ചെയ്ത് അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കണം. സർവേ വി.ഡി. സതീശൻ നടത്തിയിട്ടുണ്ടോ ഇതിന് വേണ്ടിയിട്ട് എന്നൊക്കെയാണ്. രഹസ്യ സർവേ നടത്തുന്നില്ല, എന്താണ് തെറ്റ്? അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ. അല്ലാതെ ഒരു സാധാരണ പ്രവർത്തകന് നടത്താലോ. ഇപ്പൊ ഞാൻ ഒരു സാധാരണ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനാണെങ്കിൽ എന്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള സ്വാധീനം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ വിജയ സാധ്യത എനിക്ക് നടത്തുന്നതിൽ എന്താ തെറ്റ്? അത് അദ്ദേഹത്തിന് പാർട്ടി അധികാരത്തിലെത്തിയാലല്ലേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി ആരും ആകട്ടെ, അത് രണ്ടാമത്തെ കാര്യമാണ്. സ്വാഭാവികമായ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം ഒരു യുവ MP ഉണ്ടെന്നും പറയുന്നുണ്ട്. അത് ഷാഫി പറമ്പലിനെ ഉന്നം വെക്കാണ്. അവരൊരു ടീം ഉണ്ടാക്കുന്നു. പുതിയ 2 ഗ്രൂപ്പുകൾ ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഷാഫി പറമ്പിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മങ്കോട്ടത്തിലും വി.ഡി. സതീശനും ഒക്കെ ചേർന്നൊരു ഗ്രൂപ്പ് പുറത്തുണ്ട്. അതിനപ്പുറത്തേക്ക് പഴയ A ഗ്രൂപ്പിന്റെ നേതാക്കന്മാരായ തിരുവഞ്ചൂരും I ഗ്രൂപ്പിന്റെ നേതാവായ രമേശ് ചെന്നിത്തലയും ഒക്കെ കൂടെ ചേർന്ന് KC ജോസഫ് കൂടെ ചേർന്നിട്ട് മറ്റൊരു ഗ്രൂപ്പായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് 2 സംവിധാനങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽപ്പെടാത്ത കുറെ യുവ നേതാക്കന്മാർ വേറെയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വി.ഡി. സതീശനെ ഉന്നം വെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് AP അനിൽകുമാർ ഈ രാഷ്ട്രീയ സമിതിയിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത്. KC വേണുഗോപാൽ ഇരിക്കുമ്പോഴാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇവര് ചിന്തിക്കണം, ഒരു പ്ലാൻ 63 എന്ന് പറയുന്നത് 2001 കോൺഗ്രസ് വിജയിച്ച് കയറിയ അത്രയും മണ്ഡലങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം, അവിടുത്തെ വിജയസാധ്യതകൾ എന്താണ്, ഇതാണ് പ്ലാൻ. 2001 തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2001 അല്ലാതെ ഒരു പ്ലാൻ 69 എന്നൊന്നും ഉണ്ടാക്കിക്കൊണ്ടു ഇവർക്ക് ഇങ്ങനെ കണ്ണു മിഴിച്ച് ഇതല്ല എന്ന് വിമർശിക്കാനും ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കാനും അശ്ലീലമൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഈ 2001 ഇത്രത്തോളം മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് കൂടി ഈ പറയപ്പെടുന്ന നേതാക്കന്മാർ മനസ്സിലാക്കണം. 21 സിറ്റിംഗ് സീറ്റുകളെ കോൺഗ്രസിനുള്ളൂ. 21. ബാക്കി ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗിന്റെയും ബാക്കിയുള്ള ഘടകകക്ഷികളുടെയും സീറ്റുകളാണ് ബാക്കി കയ്യിലിരിക്കുന്നത്. ആകെ നിസ്സാരം സീറ്റുകളാണ് കയ്യിലുള്ളത്. 41-42 സീറ്റുകളാണ് കയ്യിലുള്ളത്. ആ സീറ്റുകളിൽ ബാക്കി 21 കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇവരുടേതാണ്. ഈ തൽസ്ഥിതി തുടർന്നാൽ അടുത്ത തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും മുസ്ലിം ലീഗിന് പോകേണ്ടി വരും. ഈ 20-ൽ നിന്നൊരു 4-5 സീറ്റും കൂടി കയ്യിൽ നിന്ന് പോയാൽ പ്രതിപക്ഷ നേതാവാകാൻ മുസ്ലിം ലീഗിന്റെ നേതാവ് വരും എന്നുള്ളതാണ് മനസ്സിലാക്കണം. ഈ പറയപ്പെടുന്ന AP അനിൽകുമാർ ബാക്കിയുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന വിജയസാധ്യതയുള്ള സീറ്റുകൾ, ആ സീറ്റുകളിൽ എങ്ങനെ മത്സരിക്കണം? ഇനി 2001 കോൺഗ്രസിന് കിട്ടിയ സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് അന്ന് ഘടകകക്ഷികളായിരുന്ന പല ആളുകളും ഇന്ന് LDF ഘടകകക്ഷികളാണ്. ആ സീറ്റുകൾ പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയണം. ഇനി 1.5 വർഷക്കാലമുണ്ട്. നല്ല സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിക്കണം. ഗ്രൂപ്പ് തർക്കത്തിനപ്പുറത്തേക്ക് പാർട്ടിയെ ഏകോപിപ്പിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിക്കൊപ്പം നിർത്തണം. പല മണ്ഡലങ്ങളിലും ഇന്ന് സ്ഥാനാർത്ഥി മോഹമുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾ പ്രവർത്തനങ്ങളിലുണ്ട്. അവരെ എങ്ങനെയൊക്കെ വെട്ടാം, അവരെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് അതേ പാർട്ടിക്കാർ കൂടെയുണ്ട്. ഇപ്പം LDF സ്ഥാനാർത്ഥികളാകാൻ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, LDF നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പണിയൊന്നുമില്ല. കാരണം മറ്റേ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി ആകാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെയുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാനൊരു മണ്ഡലം, ഞാൻ പേര് പറയുന്നില്ല, ഒരു മണ്ഡലത്തിൽ ഒരാളൊരു സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കും. കഴിഞ്ഞ തവണ അയാൾ മത്സരിച്ച് നിസ്സാര വോട്ടിന് തോറ്റുപോയ ആളാണ്. ഇത്തവണ അയാൾ ആ മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കാൻ നേതൃത്വം ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അയാൾ അതിനനുസരിച്ച് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഉദാഹരണം പറയാം. കരുനാഗപ്പള്ളി എടുക്കുക. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് എന്ന് പറയുന്ന യുവജന നേതാവിനെ ആദ്യ തവണ മത്സരിപ്പിക്കും. ആദ്യ തവണ അദ്ദേഹത്തെ മത്സരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ പലവിധ ആരോപണങ്ങൾ ഉയർന്നു. ഇയാൾ BJP ആളാണ്, മറ്റേ പ്രേമേന്ദ്രനെ പറ്റി പറയുന്ന പോലായിരുന്നു. അവസാനം അയാൾ പരാജയപ്പെട്ടു.
5 വർഷക്കാലം ഒരു കാറില്ലാതെ ഒരു ബൈക്കില്ലാതെ അവിടുത്തെ ചെറുപ്പക്കാർക്കൊപ്പം നിന്ന് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് 5 വർഷം കൊണ്ട് ജനപ്രിയനായ അയാൾ വലിയ വോട്ടിൽ കൊല്ലത്ത് ജയിച്ചു വന്നു. കൊല്ലത്ത് ആദ്യ തവണ അദ്ദേഹം മത്സരിക്കുമ്പോൾ ഒരു സീറ്റിൽ പോലും, അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം ഒഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സീറ്റ് പോലും കൊല്ലം ജില്ലയിൽ ഇല്ലായിരുന്നു UDF എന്നുള്ളതാണ്. UDF ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ അവസ്ഥ മാറിയില്ലേ? PC വിശ്വനാഥ് കോൺഗ്രസിന്റെ MLA ആയിട്ടിരിക്കുന്നു, അപ്പുറത്ത് CR മഹേഷ് ഇരിക്കുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ട്. കപ്പലും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട കുറച്ച് സീറ്റുകളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഓരോ ജില്ലയിൽ നിന്നും നിലവിലുള്ള സീറ്റുകൾ കൂടാതെ 4 സീറ്റുകൾ കൂടി വിജയിച്ചു വന്നാൽ മാത്രമാണ് UDF അധികാരത്തിലെത്താൻ സാധിക്കുക. UDF അധികാരത്തിലെത്തണമെന്ന് ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർ ആഗ്രഹിക്കുമ്പോഴും ഇത് ആഗ്രഹിക്കാത്ത ആളുകൾ ഇവിടെ നേതാക്കന്മാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി VD സതീശൻ പറയുന്നത്, അല്ലെങ്കിൽ നീ ഒരു പ്ലാൻ പറ. ഇതിനെ എതിർക്കുന്ന നേതാക്കന്മാർ നിങ്ങൾ അതിനേക്കാൾ മികച്ച ഒരു പ്ലാൻ 63ക്ക് പകരം നിങ്ങളൊരു 69 പ്ലാൻ വെക്ക്, അല്ലെങ്കിൽ ഒരു 99 പ്ലാൻ വെക്ക്. നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഈ എന്തെങ്കിലും പ്ലാനും പദ്ധതിയുമായിട്ട് വരുന്നവരെ എതിർക്കാൻ നിൽക്കുന്നത്? VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പല ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടും ആ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ മേന്മയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അത് K സുധാകരനും VD സതീശനും തമ്മിലുള്ള തർക്കമാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നന്നായി പണിയെടുത്ത ആൾ VD സതീശൻ തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അദ്ദേഹം നന്നായി പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം നന്നായി ടീമിനെ ഏകോപിപ്പിച്ചിട്ടുണ്ട്. അത് ഈ പറയപ്പെടുന്ന സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കും. പണിയെടുത്തിട്ട് നീ ക്രെഡിറ്റ് എടുത്തോ. പണിയെടുക്കാതെ വെറുതെ പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് കരയ്ക്ക് കയറിയിരുന്നിട്ടല്ല. നോക്കൂ, VD സതീശിനേക്കാൾ മികച്ച പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളുടെ കൊടുമുടിയുണ്ട്. അന്ന് രമേശ് ചെന്നിത്തലക്കിട്ട് പണി കൊടുത്തത് ഈ പാർട്ടിയാ. ഒരു മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു, പക്ഷെ ഒരു മികച്ച പ്രതിപക്ഷ പാർട്ടി ആയിരുന്നില്ല കോൺഗ്രസ്, UDF. അവിടെയാണ് പറ്റിയത്. അന്ന് LDF സ്റ്റൈലിൽ സമരമുഖങ്ങൾ ഓണാക്കി ഇട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന കോവിഡ് കാലഘട്ടവും നിപ്പ കാലഘട്ടവും പ്രളയ കാലഘട്ടവും മാറ്റി വെച്ചിട്ട് ബാക്കിയുണ്ടായി കിട്ടിയ സമയങ്ങളിൽ ഒരു വലിയ ഈ ഒരു പ്രതിപക്ഷ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്നേ ഇതിനൊക്കെ അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചതൊക്കെ സത്യമാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ചുരുക്കം ചില വിഷയങ്ങൾ ഒഴികെ ബാക്കി എല്ലാത്തിലും അദ്ദേഹം ഉയർത്തി വെച്ച പ്രശ്നങ്ങളാണ് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. VD സതീശനെ അത്രത്തോളം കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്നു എന്നല്ലാണ്ട് അത്രത്തോളം വലിയ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ പറ്റില്ല. VD സതീശനൊപ്പം ഈ യുവജന പാർട്ടി സംഘടനകളൊക്കെ ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴൊക്കെ യൂത്ത് കോൺഗ്രസ് ഒക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് എവിടെയുണ്ട്? അവിടെ യൂത്ത് ലീഗ് ഉണ്ട്. അത്തരത്തിലൊരു നല്ല KSUവിന്റെ ഈ നേതൃത്വം അതിശക്തമാണ്. KSUക്കാരെ അടിക്ക് മറുപടി തിരിച്ചടി എന്നുള്ള മട്ടിലാണ് KSUക്കാരെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഇതിനെ പാർട്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. സമരമുഖങ്ങൾ തുറന്നിടുക എന്നുള്ളതല്ല. സമരങ്ങൾ ഏകോപിപ്പിക്കേണ്ട തിരുവനന്തപുരം നഗരത്തിലെ തിരുവനന്തപുരത്തിന്റെ പാർട്ടി DCCയുടെ അധ്യക്ഷൻ എവിടെയാണെന്ന് പോലും അവർക്ക് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റി സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ചയാണ്. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ 4 വർഷം എങ്ങനെയോ പോട്ടെ, ഒരു പ്രശ്നമില്ല. അവസാനത്തെ 1 വർഷം കൊണ്ട് അവർ മുഖം മുനിക്കും. റോഡുകൾ പണിയും, പെൻഷൻ കൊടുക്കും, കിറ്റ് കൊടുക്കും, നല്ല ചിരിച്ച മുഖമുള്ള ഫ്ലെക്സുകൾ അടിക്കും, ചിരിച്ച മുഖത്തോടെ പിണറായി വിജയൻ എല്ലാവരും അത് അവർ ആരംഭിച്ചിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴും ഇവിടെ നീയാണോ മുഖ്യമന്ത്രി, ഞാനാണോ മുഖ്യമന്ത്രി, നീയാണോ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ നേതാവ് രാജിവെക്കട്ടെ, ഞാൻ രാജിവെക്കാം, അങ്ങനെ മാറ്റിയാലേ എനിക്ക് മാറ്റാൻ പറ്റൂ എന്ന് പറയുന്ന ചക്രത്തിപ്പൂര് നടക്കുക. ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാതെ എന്തുണ്ടാവില്ല? കോൺഗ്രസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. VD സതീശന്റെ പ്ലാൻ 63 നല്ലതാണോ? നിങ്ങൾ ചർച്ച ചെയ്യൂ. ചർച്ച ചെയ്തിട്ട് അത് നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ.